നമ്മൾ വെർമി കമ്പോസ്റ്റിനകത്ത് റബ്ബർ ഫോട്ട് മിക്സ് ചെയ്തെടുത്തു. ഇങ്ങനെ മിക്സ് ചെയ്തെടുത്ത റബ്ബർ ഫോട്ടാണ് നമ്മുടെ കൃഷിയിടത്തിൽ ഉപയോഗിക്കേണ്ടത്. റബ്ബറിൻ്റെ ചോട്ടി മാത്രമല്ല, നമ്മുടെ കൃഷിയിടം പൂർണ്ണമായിട്ടും വിതറുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കർഷകർ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരു വാണിജ്യ വിളയാണ് റബ്ബർ. ഈ റബ്ബറിനെ സംബന്ധിച്ചിടത്തോളം ചില രോഗങ്ങൾ കൂടുതലായിട്ട് ഉൽപാദന നഷ്ടം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ കർഷകരെ സംബന്ധിച്ച് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നുണ്ട്. എന്തൊക്കെയാണ് റബ്ബറിനെ ബാധിക്കുന്ന രോഗങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ വിജീഷ് വിശ്വംഭരൻ, അഗ്രി എക്സ്പേർട്ട്, അപ്ടെക് ലിമിറ്റഡ്. പ്രധാനമായിട്ടും റബ്ബറിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് അകാലിക ഇലപൊഴിച്ചിൽ അഥവാ അബ്നോർമൽ ലീഫ് ഫാൾ. ഈ അബ്നോർമൽ ലീഫ് ഫാൾ അഥവാ അകാലിക ഇലപൊഴിച്ചിൽ എപ്പോഴാണ് കാണുന്നത്? ഇത് സാധാരണഗതിയിൽ ജൂൺ ജൂലൈ മാസങ്ങളിലാണിത് കണ്ടുവരുന്നത്. കൃഷിയിടങ്ങളിൽ, പ്രത്യേകിച്ച് റബ്ബർ മരങ്ങളിൽ ഈ അകാലിക ഇലപൊഴിച്ചിലിൻ്റെ ഫലമായി ഇലകളെല്ലാം പൊഴിഞ്ഞ് താഴേക്ക് വീഴുകയും അതിൻ്റെ ശിഖരങ്ങളെല്ലാം ചൂല് പോലെ എണ്ണീറ്റ് നിൽക്കുന്നതും നമുക്കത് കാണാൻ കഴിയും. നമ്മൾ വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാകും. ഈ ഇലകൾ എങ്ങനെയാണ് പൊഴിഞ്ഞ് താഴേക്ക് വീഴുന്നത്? അത് രോഗകാരികളായിട്ടുള്ള ഫംഗസ് അല്ലെങ്കിൽ കുമിള് ആക്റ്റീവായി കഴിയുമ്പോൾ അത് ഇലകളെ ആക്രമിക്കുകയും ആ ഇലകൾ വേഗം മണ്ണിലേക്ക് എത്തുകയും ചെയ്യും. ഇത് മഴയോടനുബന്ധിച്ചുണ്ടാകുന്ന ഒരു പ്രധാന കുമിൾ രോഗമാണ്. ഇങ്ങനെ രോഗം ബാധിച്ച് ഇലകൾ മണ്ണിലേക്ക് വീണ് കഴിയുമ്പോൾ ആ വിളയെ സംബന്ധിച്ചിടത്തോളം അതിന് അന്നജ നിർമ്മാണ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വരും. അന്നജ നിർമ്മാണ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ പാലിൻ്റെ ഉൽപ്പാദനവും ഗണ്യമായി കുറയുന്നു. പാലിലുള്ള DRC അഥവാ ഡ്രൈ റബ്ബർ കണ്ടൻറ്റ് അത് വളരെ കുറയുന്നു. സ്വാഭാവികമായിട്ടും കർഷകരെ സംബന്ധിച്ചിടത്തോളം പാലിൻ്റെ ഉൽപ്പാദനം ഗണ്യമായി കുറയുന്നതിൻ്റെ ഫലമായി അത് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകും. അപ്പോൾ ഈ രോഗം വന്നു കഴിഞ്ഞാൽ വിളകൾക്കുണ്ടാകുന്ന ഈ ഒരു പ്രശ്നം അതിജീവിക്കുവാനായിട്ട് എന്തെല്ലാം തരത്തിലുള്ള മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ രോഗത്തെ പ്രതിരോധിക്കുവാനായിട്ട് അപ്ടെക് ഒരു നല്ല ഉൽപ്പന്നം ഇന്ന് മാർക്കറ്റിൽ എത്തിച്ചിട്ടുണ്ട്. അതാണ് അപ്ടെക് റബ്ബർ ഫൂട്ട്. ഈ റബ്ബർ ഫൂട്ടിൻ്റെ ഒരു പ്രത്യേകത വിവിധ സൂക്ഷ്മാണുക്കൾ അടങ്ങിയ ഒരു കൺസോഷ്യമാണ്. ഇതൊരു ജൈവ ഉൽപ്പന്നമാണ്, സമ്പൂർണ്ണ ജൈവ ഉൽപ്പന്നമാണ്. ഈ ജൈവ ഉൽപ്പന്നം നമ്മുടെ കൃഷിയിടത്തിൽ എത്തിക്കഴിഞ്ഞാൽ, നമ്മുടെ കൃഷിയിടത്തിൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അബ്നോർമൽ ലീഫ് ഫാളിനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. റബ്ബറിനുണ്ടാവുന്ന അകാലിക ഇലപ്പൊഴിച്ചിൽ നിയന്ത്രിക്കുവാനുള്ള ഒരു നല്ല ജൈവ ഉൽപ്പന്നമാണ് അപ്ടെക് റബ്ബർ ഫൂട്ട്. ഈ അപ്ടെക് റബ്ബർ ഫൂട്ട് ജീവാണുക്കളുടെ ഒരു കൺസോഷ്യമാണ്. ഈ കൺസോഷ്യം മണ്ണിലേക്ക് പ്രയോഗിച്ച് കഴിയുമ്പോഴാണ് ഈ അകാലിക ഇലപൊഴിച്ചിൽ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. ഇതെപ്പോഴാണ് ചെയ്യേണ്ടത്? സാധാരണ നമുക്കറിയാം, മഴ തുടങ്ങിക്കഴിയുമ്പോൾ ഒരു മെയ് ലാസ്റ്റോടുകൂടി മഴ തുടങ്ങും. മെയ് ജൂൺ മാസങ്ങളിൽ ഈ മഴ ശക്തമാകുന്നതിനോടനുബന്ധിച്ച് ആദ്യത്തെ 1-2 മഴ കിട്ടി മണ്ണൊന്ന് തണുത്ത് കഴിയുമ്പോൾ അപ്ടെക് റബ്ബർ ഫോട്ട് 6 കിലോഗ്രാം, ഓർത്തിരിക്കുക, അപ്ടെക് റബ്ബർ ഫോട്ട് 6 കിലോഗ്രാം 30 മുതൽ 50 കിലോഗ്രാം വരെ ജൈവവളം, അത് ചാണകപ്പൊടിയാകാം, കമ്പോസ്റ്റ് വളങ്ങളാകാം, അവയോടൊപ്പം ചേർത്ത് 1 ഏക്കർ കൃഷിഭൂമിയിൽ ഇത് പൂർണ്ണമായും വിതറിക്കൊടുക്കുക. ഇപ്പോൾ നമ്മൾ വെർമി കമ്പോസ്റ്റിനകത്ത് റബ്ബർ ഫോട്ട് മിക്സ് ചെയ്തെടുത്തു. ഇങ്ങനെ മിക്സ് ചെയ്തെടുത്ത റബ്ബർ ഫോട്ടാണ് നമ്മുടെ കൃഷിയിടത്തിൽ ഉപയോഗിക്കേണ്ടത്. റബ്ബറിൻ്റെ ചോട്ടി മാത്രമല്ല, നമ്മുടെ കൃഷിയിടം പൂർണ്ണമായിട്ടും വിതറുകയാണ് ചെയ്യുന്നത്. ഈ പ്രാക്ടീസ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലും ചെയ്യേണ്ടതാണ്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് വഴി അകാലിക ഇലപൊഴിച്ചിലിന് കാരണമാകുന്ന രോഗകാരികളായിട്ടുള്ള
ഫംഗസുകളെ നിയന്ത്രിച്ചുകൊണ്ട് വിളയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ വിളനാശം വരുത്താത്ത നമുക്ക് കൂടുതൽ ആദായം വിളയിൽ നിന്ന് നേടിയെടുക്കുവാൻ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്.